Hello students, today we are going to discuss the second part of the chapter 6 changes around us in science. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചിരുന്നത്? ചേഞ്ചസ് അറൗണ്ട് അസില് പല ചേഞ്ചസും നമുക്ക് റിവേഴ്സ്ഡ് ആക്കാൻ പറ്റുമെന്നും സാധിച്ചു. ചില ചേഞ്ചസ് റിവേഴ്സ്ഡ് ആക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ബലൂണ് വീർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാം, പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞാലോ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ നമ്മൾ ഗ്രെയിൻ ടു ദ ഫ്ലോർ, നമ്മൾ കുറെ എക്സാമ്പിൾസ് അവിടെ ഒരു ടേബിളിൽ പഠിച്ചു. ഗ്രെയിൻ ടു ദ ഫ്ലോർ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്ലോറിനെ വീണ്ടും നമുക്ക് ഗ്രെയിൻസ് ആക്കാൻ പറ്റില്ല. ബഡ് ടു ഫ്ലവർ ആയി കഴിഞ്ഞതിന് പിന്നെ ഫ്ലവറിനെ തിരിച്ച് ബഡ് ആക്കാൻ സാധിക്കില്ല. അങ്ങനെ കുറെ എക്സാമ്പിൾസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് could there be other way to bring a change? ഒരു ചേഞ്ച് ബ്രിങ് ചെയ്യാൻ വേണ്ടി വേറെ എന്തെങ്കിലും വഴികൾ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. We all have seen the tool which are used to dig the soil. നമ്മൾ സോയിൽ കുഴിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട്, കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലത്തെ കുറെ ടൂൾസ് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ആ ടൂൾസ് ഒക്കെ എങ്ങനെയാണ്? ആ ടൂൾസിനൊക്കെ എന്താണ്? ഒരു ബ്ലേഡും ഉണ്ട്, അതേപോലെ ഒരു വുഡൻ ഹാൻഡിലും ഉണ്ട്. ഈ വുഡൻ ഹാൻഡിലിനെക്കാട്ടും ചെറുതായിരിക്കും എന്ത്? നമ്മുടെ ആ ബ്ലേഡിനകത്ത് നമ്മൾ ആ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു റിങ്. അപ്പൊ ഈ റിങ്ങിനുള്ളിലേക്ക് കേറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെറുതാണെങ്കിൽ കേറില്ലല്ലോ. ആ സമയത്ത് നമ്മൾ കേറാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ റിങ്ങിനെ ഒന്ന് ഹീറ്റ് ചെയ്താൽ മതി. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ റിങ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ റിങ്ങിനെ, വുഡൻ റിങ്ങിനെ നമ്മൾ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യും. അപ്പൊ അത് കൂൾ ആവുന്ന സമയത്ത് ഇത് കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ. അപ്പൊ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചേഞ്ച് ഉണ്ടായി, കൂൾ ആകുമ്പോൾ അത് തിരിച്ചും അതേ സ്റ്റേറ്റിലേക്ക് തന്നെ വന്നു. അതേപോലെ തന്നെയാണ് അടുത്ത നമ്മൾ പറയുന്നത് ഒരു വുഡൻ വീല്. അതിനകത്തേക്ക് ഒരു റിങ്, നമ്മുടെ ഒരു മെറ്റൽ റിങ് കയറ്റാൻ വേണ്ടിയിട്ട് സെയിം പ്രോസസ് ചെയ്താൽ മതി. ഹീറ്റ് ചെയ്യാം മെറ്റൽ റിങ്ങിനെ, വുഡൻ റിങ്ങിലേക്ക് കയറ്റുക. അതിനുശേഷം എന്ത് ചെയ്താൽ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം. അതുപോലെ വേറൊരു എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് വേപ്പർ ആവും. വേപ്പർ ആയ വാട്ടറിനെ തിരിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും? വാട്ടർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഐസ് ക്യൂബ്സ് ഉള്ള ഒരു പ്ലേറ്റ് അതിന്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ നീരാവിയായി പോയി ആവി വെള്ളമായിട്ട് തിരിച്ച് ഒറ്റി താഴേക്ക് വരും. ഇത് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ വാട്ടറിനെ വേപ്പർ ആക്കാം, വേപ്പറിനെ വാട്ടർ ആക്കാനും നമുക്ക് സാധിക്കും അല്ലെ. പിന്നെ അതേപോലെ മെൽറ്റ് ആയ ഐസ് നമ്മൾ വാട്ടർ എടുത്ത ഫ്രിഡ്ജിൽ വെച്ച് ഐസ് ആവും. ആ ഐസ് തിരിച്ച് മെൽറ്റ് ആയാലോ അത് വീണ്ടും വാട്ടർ ആയി മാറ്റും. അപ്പൊ ഇങ്ങനെ ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം? കൂൾ ചെയ്തിട്ട് നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാം, ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ചില ചേഞ്ചസ് ചെയ്യാം. ഇതെല്ലാം റിവേഴ്സ്ഡും ചെയ്യുവാൻ സാധിക്കും. ഓക്കെ, എന്നാൽ റിവേഴ്സ്ഡ് ചെയ്യാൻ പറ്റാത്തതുണ്ട് അല്ലെ. അപ്പോ അതിന്റെ ഒരു ആക്ടിവിറ്റിയാണ് 7ൽ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തു? ഒരു കാൻഡിൽ എടുത്തു, അതിനെ മെഷർ ചെയ്തു സ്കെയിൽ വെച്ചിട്ട്, എന്നിട്ട് ഹീറ്റ് ചെയ്ത്, അതായത് കത്തിച്ചു. അപ്പൊ ആ കാൻഡിലിന്റെ മെഷർ നമ്മൾ ആദ്യം ഇപ്പൊ ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കൂ. അതിങ്ങനെ ഉരുകി പോയി 5 സെന്റിമീറ്റർ ആണ്. തിരിച്ച് നമുക്ക് അതേപോലെ 10 സെന്റിമീറ്ററിലേക്ക് ആക്കുവാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ ചില ചേഞ്ചസ് നമുക്ക് തിരിച്ച് ആക്കുവാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് വാക്സിന്റെ കാര്യം. വാക്സ് ഉരുകി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഹീറ്റ് ചെയ്തു. ഇഫ് വി ടേക്ക് ദ വാക്സ് ഇൻ എ പാൻ ആൻഡ് ഹീറ്റ്, can this change be reversed? ആ വാക്സ് ഉരുകി പിന്നെ കൂൾ ആയി കഴിഞ്ഞാൽ എന്താ? അത് വീണ്ടും വാക്സ് തന്നെ ആയിട്ടിരിക്കും. തിരിച്ച് നമ്മൾ വീണ്ടും ഹീറ്റ് ചെയ്ത് അത് വീണ്ടും ഉരുകും അല്ലെ. അപ്പൊ അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതേപോലെ വേറൊരു കാര്യം എടുത്തു നോക്കിയേ. ഒരു സ്റ്റിക്ക് എടുത്തു, ഒരു കമ്പ് എടുത്ത് നമ്മൾ കത്തിച്ചു. അത് കത്തിച്ചു കഴിഞ്ഞാൽ കരിയായ ആ സാധനത്തിനെ തിരിച്ച് നമുക്ക് വുഡ് ആക്കി മാറ്റാൻ പറ്റുമോ? സ്റ്റിക്ക് ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. We cannot see this gas but the sense due to their pleasant smell. അപ്പൊ അതിൽ നിന്ന് ഒരു ഗ്യാസ് പുറത്തേക്ക് പോകും. നമ്മൾ കത്തിക്കുന്ന സമയത്ത് പുകയുടെ മണല്ലേ, ആ മണത്തിൽ നിന്ന് നമുക്ക് തിരിച്ച് അതിലേക്ക് ആ വുഡിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല അല്ലെ. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഇപ്പൊ ഒരു മാച്ച് സ്റ്റിക്ക് ഉരച്ചു കഴിഞ്ഞാല് അതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കത്തിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അതിലേക്ക് സ്റ്റേറ്റിലേക്ക് വരാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്. ചേഞ്ചസ് ഒക്കെ ചെയ്യുന്നത് ചിലത് റിവേഴ്സ്ഡ് ആവും, ചിലത് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യുവാൻ സാധിക്കില്ല. ഓക്കെ, in chapter 4 we dissolve salt in water. നമ്മൾ വാട്ടർ എന്ത് ചെയ്തു? വാട്ടറിൽ സോൾട്ട് ഡിസോൾവ് ചെയ്തിരുന്നില്ലേ? Do you think a change occurred in salt or in water? Is it possible to reverse this change? Wait, in chapter 5 we can learn how to separate the salt from the solution in water.
ചാപ്റ്റർ 4 നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ആണോ അൺഡിസോൾവ് ആണോ സോൾട്ട് എന്നുള്ളത് നോക്കിയിരുന്നു അല്ലെ. അപ്പൊ ഡിസോൾവ് ചെയ്തു എന്ന് നമ്മൾ പഠിച്ചു. എന്നിട്ട് ചാപ്റ്റർ 5 എത്തിയപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ആ ചേഞ്ചിനെ നമുക്ക് തിരിച്ചും സോൾട്ട് ആക്കാൻ പറ്റും. ആ കെറ്റിലിനെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തിരുന്നില്ലേ? ആ കെറ്റിലിൽ വാട്ടർ ഒഴിച്ചിട്ട് ചൂടാക്കും, ആവിയെല്ലാം പുറത്തേക്ക് പോകും, ആ വാട്ടറിനെ നമുക്ക് എടുക്കാൻ താഴെ കെറ്റിലിൽ നോക്കിക്കഴിഞ്ഞാൽ സോൾട്ട് ഇട്ട്. അപ്പൊ ആ മെത്തേഡിൽ നമുക്ക് സോൾട്ടിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യുവാൻ സാധിക്കും. So we can say that the change due to the dissolved salt in the water can be reversed. നമുക്ക് അതിൽ നിന്ന് റിവേഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചു. A small quantity of curd is added to a warm milk. ഒരു മിൽക്ക് എടുത്ത് അതിനകത്ത് കേർഡ് ആഡ് ചെയ്തു. കേർഡ് ആഡ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അത് കേർഡ് ആയിട്ട് മാറും. ആ കേർഡിൽ നിന്ന് നമുക്ക് മിൽക്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. ആ ചേഞ്ചസ് നമുക്ക് റിവേഴ്സ് ചെയ്യുവാൻ സാധിക്കില്ല. We find that a few ways to bring about a change in a substance could be by heating it or by mixing it with some other substance. അപ്പൊ ഇതെന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൂൾ ചെയ്യുന്നതിലൂടെ, ഹീറ്റ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ വേറൊരു സബ്സ്റ്റൻസ് അതിലേക്ക് ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് അതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു സബ്സ്റ്റൻസ് ആക്കി മാറ്റുവാൻ സാധിക്കും. അതേപോലെ തന്നെ അതിന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ചിലത് റിവേഴ്സ് ചെയ്യുവാനും സാധിക്കും, എന്നാൽ some others cannot be reversed. ചിലത് റിവേഴ്സ് ചെയ്യുവാൻ സാധിക്കില്ല. There must be many other way for changing thing around us. ഇതേപോലെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് നമുക്ക് നമ്മുടെ ചുറ്റുപാടും ചെയ്യുവാൻ സാധിക്കും. It is possible that some that could be reversed. ചിലത് നമുക്ക് റിവേഴ്സ് ചെയ്യുവാൻ സാധിക്കും. Thus, change around us could be grouped as that can be reversed and cannot be reversed. അപ്പൊ ചേഞ്ചസ് അറൗണ്ട് us നമുക്ക് എങ്ങനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ആക്കാം, cannot be reversed നെ വേറൊരു ഗ്രൂപ്പ് ആക്കാൻ പറ്റും. In higher classes, you will learn more about the way in which change can be made and the way this can be grouped. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലെ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഈ ചേഞ്ചസ് റിവേഴ്സ് ചെയ്യാനുണ്ട്, റിവേഴ്സ് ചെയ്യാൻ cannot be reversed ഉണ്ട്, റിവേഴ്സ്ഡ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഇനി വലിയ ക്ലാസ്സിൽ എത്തുമ്പോൾ ഇതിനെ കൂടുതലായിട്ട് നമ്മൾ പഠിക്കും. അത്രയും വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, താങ്ക് യു.